നമുക്കിനി കൃഷിയും സൈക്കിൾ സവാരിയും ഒക്കെയായി കഴിയുന്ന ഒരു സ്പെഷ്യൽ ആളെ ഒന്ന് പരിചയപ്പെട്ടാലോ. കാസർഗോഡ് തൃക്കരിപ്പൂർ തെക്കേപ്പുറത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ പയ്യന്നൂരിൻ്റെ ഒക്കെ അടുത്താണ്. അവിടെ ഒരാളുണ്ട്, വളരെ സ്പെഷ്യൽ ആയിട്ടൊരാളാണ്. 90 വയസ്സുള്ള KP നാരായണൻ. അപ്പോൾ നാരായണേട്ടൻ്റെ അടുത്തേക്കാണ് അരുൺ പാറക്കലിൻ്റെ ഇത്തവണത്തെ യാത്ര. എന്തൊക്കെയാണ് ആ വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം. കാസർഗോഡ് ജില്ലയിലെ ഒരു കർഷകൻ്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പടന്ന പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് വാങ്ങിയ അദ്ദേഹത്തിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം. അപ്പോൾ പ്രേക്ഷകരെ, ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആ കർഷകൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പടന്ന പഞ്ചായത്തിലെ ഉദിനൂരാണ് ആ സ്ഥലം. നമുക്ക് ആ കർഷകനെ പരിചയപ്പെടാം, ഒപ്പം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ നമ്മുടെ നാരായണേട്ടൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നാരായണേട്ട നമസ്കാരം. ഞങ്ങളൊന്ന് പരിചയപ്പെടാൻ വന്നാ. വിശേഷങ്ങളൊക്കെ അറിയാലോ. ഇന്നിപ്പോൾ എല്ലാവരും ഉണ്ട് അല്ലേ? എല്ലാവരും ഉണ്ട്. ഇപ്പോൾ ആരൊക്കെയല്ലേ ഇപ്പോൾ ഇവിടെ? ഇവിടെ എൻ്റെ ഭാര്യ, പിന്നെ എൻ്റെ മകൻ, പിന്നെ ഇത് എൻ്റെ മകൻ്റെ മകൻ, അവന് മകൻ്റെ മകൻ, ഈ മകൻ്റെ ഭാര്യ. ഇവിടെ പ്രാവൊക്കെ ഉണ്ട്, കോഴിയും പശുവും മാത്രമേ അല്ലേ? മറ്റേ കോഴിയും ഉണ്ട്. സൈക്കിളിലാണ് നാരായണേട്ടൻ്റെ സവാരി. ഈ 90-ാം വയസ്സിലും അതുതന്നെ കമ്പം. ഞങ്ങൾ ഈ കൃഷിയെ കുറിച്ചൊക്കെ ഒന്ന് അറിയാന്നുണ്ട്. പാടത്തുനിന്ന് പോയാലോ? പടത്ത് ഒന്ന് പോയി പോവാലോ? പോവാം. പാടത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. നാരായണേട്ടൻ്റെ സൈക്കിളിന് പുറകെ പോയാൽ കൃഷിരീതിയെക്കുറിച്ച് പറഞ്ഞു തരാമെന്ന് ഉറപ്പ്. നമ്മളങ്ങനെ നാരായണേട്ടൻ്റെ പാടശേഖരത്തിലെത്തിയിട്ടുണ്ട്. നാരായണേട്ടൻ നേരത്തെ പറയുമായിരുന്നു, നാട്ടുകാരൊക്കെ നാരായണേട്ടനെ കുഞ്ഞമ്പൂ എന്നാണ് വിളിക്കുക. ആരും നാരായണൻ എന്ന് പറഞ്ഞാൽ അറിയില്ല ഈ നാട്ടുകാരെന്നാണ് നാരായണേട്ടൻ പറയുന്നത്. എന്തായാലും ഈ കൃഷിയുടെ വിശേഷങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത്. ഇപ്പം കൃഷി ചെയ്യുന്നത് പ്രധാനമായി ഞാൻ കൃഷി ചെയ്യുന്നത് ആതിരയാണ്. പിന്നെ കുറച്ച് മുണ്ടോൻ
കൃഷി ചെയ്യും. പിന്നെ പല കൃഷി വിത്തുകളുണ്ട്, പക്ഷേ ഇതാണ് ഇപ്പോൾ ചെയ്യുന്നത്. പരിപാലിക്കാൻ മുമ്പത്തെ പോലെ ഇപ്പോൾ കൃഷി ചെയ്യുന്നില്ല. മുമ്പേ എന്ന് വെച്ചാൽ രണ്ടാം വിള കഴിഞ്ഞാൽ കൈക്കോട്ടുകൊണ്ടാണ് നെല്ല് കൊത്തി മുറിക്കൽ. നിലം അല്ല, കാല് കൊണ്ട് വണ്ടി കൊണ്ട് അടിക്കാനല്ല, കൈക്കോട്ട് കൊണ്ട് മുറിച്ച കട്ടയാണ് ഉണ്ടാല്. അത് കട്ടയുള്ള ആ പെണ്ണുങ്ങൾ കട്ടക്കൊയ് കൊണ്ട് അതെല്ലാം അടിച്ചുടക്കും. പിന്നെ രണ്ടാമത് കാല് കൂട്ടിയിട്ടാകുമ്പം പിന്നെയും കട്ടയുണ്ട്, അതെല്ലാം അടിച്ചുടക്കും. അതിന് ശേഷം അപ്പം നിലം നല്ല പിന്നെ പരുവത്തിലായി. അതിനുശേഷം പിന്നെ വളം ഇട്ടിട്ട് വിത്ത് ഇട്ടിട്ട് വളരാണ് പണ്ട്. ഇപ്പം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇപ്പം എല്ലാവർക്കും നഷ്ടമാണ് കൃഷി എന്ന് പറഞ്ഞുകൊണ്ട് ആ മുണ്ടോ കൃഷിയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്നറിയാം, മുണ്ടോ വാളാനാകുമ്പം ഈ കൃഷി നിലത്തൊന്നും ചെയ്യുന്നില്ല. വിത്ത് ചാടിയിട്ട് പിന്നെ വണ്ടി കൊണ്ട് ഒരടിക്കൽ, പിന്നെ വളമിടുന്നില്ല, പിന്നെ ഒന്ന് പുല്ല് പൊരിക്കുന്ന നെല്ല് വാളിയാനെ പുല്ല് പൊരിക്കട്ടെ, അതൊന്നും പൊരിക്കുന്നില്ല, ഒന്നും പൊരിക്കുന്നില്ല. അങ്ങനെ ഇപ്പോഴത്തെ കൃഷി. കൃഷി രംഗത്ത് ഇറങ്ങിയിട്ട് നന്നായി കൃഷി ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയൂ. മറ്റ് ദേശത്ത് വരുന്ന പിന്നെ ഭക്ഷണ സാധനങ്ങളെല്ലാം വിഷമാണ്. അപ്പം നമ്മൾ തന്നെ കൃഷി ചെയ്തിട്ട് നമ്മൾ തന്നെ ഉപയോഗിക്കുന്നത് വളരെ ഉത്തമമാണ്. പച്ചക്കറിയാണ് പ്രധാനം, അതെല്ലാം ഭയങ്കര വിഷമാണ്. ഇപ്പോൾ നമ്മൾ തന്നെ കൃഷി ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് വളരെ ഗുണം. അവർ ആ ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ട് ശരിയായിട്ട് പ്രവർത്തിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാലേട്ടാ ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ ചില ചിട്ടകളൊക്കെ ഉണ്ടെന്ന് കേട്ടു, എന്തൊക്കെ? പിന്നെ ചിട്ടകളെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ എരിവിൻ്റെ ഭക്ഷണം കഴിക്കില്ല. എനിക്ക് എരിവിൻ്റെ ഭക്ഷണം കഴിച്ചാൽ ഒരു വയറുവെച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് എരിവിലെ ഭക്ഷണം തീരെ ഒഴിവാക്കിയിട്ടാണ്. പിന്നെ തന്നെ ഇറച്ചി ഒന്നും ഞാൻ നോൺ വെജ് കഴിക്കില്ല. നോൺ മീൻ കഴിക്കലുണ്ട്, അത് കുറച്ചേ കഴിക്കൂ, അധികമൊന്നും കഴിക്കൂല, കുറച്ചേ കഴിക്കൂ. കാരണം എനിക്കങ്ങനെ വലിയ ദഹനം കിട്ടൂല. അപ്പം നമ്മൾ ദഹനത്തിനനുസരിച്ചിട്ട് കഴിക്കും. മീനാന്നും കുറച്ച് കഴിക്കും. പച്ചക്കറി കൂടുതൽ? പച്ചക്കറി തന്നെ, അധികവും പച്ചക്കറി തന്നെ. നമ്മുടെ നാരായണേട്ടൻ്റെ ജീവിതയാത്ര അങ്ങനെ തുടരുകയാണ്. രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. ഭയങ്കര രസമായിരുന്നു നമ്മുടെ അവിടുത്തെ എൻ്റെയൊക്കെ നാട്ടിലുള്ള ഭാഷയും ഒക്കെ കേട്ടപ്പോൾ ഒരു സുഖം. അതിനെക്കുറിച്ച് കുറേ ആൾക്കാരെ മുഹമ്മദ് അഷ്റഫൊക്കെ പറയുന്നുണ്ട്, പുല്ല് പൊരിക്കുന്നില്ല, പുല്ല് പറിച്ചു കളയുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അത്തരം രസകരമായ കുറേ പ്രയോഗങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ. അതിലേറ്റവും എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഷഫീർ മണ്ണാർക്കാട് പറഞ്ഞൊരു കാര്യമാണ്, നാരായണേട്ടൻ്റെ 1/3 വയസ്സും 3 ഇരട്ടി ആരോഗ്യ പ്രശ്നങ്ങളുള്ള നമ്മളാണ് ഇതൊക്കെ കാണുന്നത് എന്നാണ്. അല്ലേ? നമ്മളൊക്കെ ആലോചിച്ചു ആ 90 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലേ?